ആരോഗ്യമുള്ള ഒരു ശരീരമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് വെറും ഒരു വിശ്വാസമല്ല, അതാണ് ഏറ്റവും വലിയ റിയാലിറ്റി. അപ്പോൾ അങ്ങനെ ഒരാളെന്നുള്ള നിലയ്ക്ക് എന്നെ വളരെയധികം ഞെട്ടിപ്പിച്ച ഒരു വീഡിയോ ആണ് ഇത്. അതായത് ഈ വീഡിയോ 2026 ഇന്ത്യയിലെ ഒരു സ്കൂളിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ആ കാര്യം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും, ഞാൻ പറയുന്നില്ല. അതായത് ഇന്ത്യയിൽ കുറേ കുട്ടികൾ നിരന്നിരിപ്പുണ്ട്, സ്റ്റുഡൻസ്. ഈ കാണിച്ചിരിക്കുന്ന സ്ത്രീ ടീച്ചറാണ്. അപ്പോൾ ഈ കുട്ടികൾ ഓരോ ദിവസവും ലഞ്ച് കൊണ്ടുവരുമല്ലോ, ഉച്ചഭക്ഷണം കൊണ്ടുവരും. ആ ഉച്ചഭക്ഷണം എന്തൊക്കെയാണ് എന്ന് ടീച്ചർ ജസ്റ്റ് റാൻഡമായിട്ട് ഇങ്ങനെ തുറന്ന് നോക്കുകയാണ്. ടീച്ചർ അത് സാധാരണ കാര്യം, നോർമലായിട്ടുള്ള കാര്യമായിട്ടാണ് തുറന്നു നോക്കിയിട്ട് ടീച്ചറിന് ഒരു പരാതിയില്ല. കുട്ടികൾ കൊണ്ടുവരുന്ന ഇതൊക്കെയാണെന്ന് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം. ഓക്കെ, ആദ്യത്തെ കുട്ടിയുടെ ലഞ്ച് ബോക്സ് തുറന്നപ്പോൾ അതിനകത്തുള്ളത് മാഗിയാണ്. മാഗി ഒരു ഹെൽത്തി ഭക്ഷണമാണോ? അല്ലാന്ന് ഇപ്പോൾ ഹെൽത്ത് മേഖലയുള്ള ആളുകൾക്ക് അറിയാം, സാധാരണപ്പെട്ട ആളുകൾക്ക് അറിയണമെന്നില്ല. ഇപ്പോൾ എനിക്കൊക്കെ നന്നായിട്ട് അറിയാം മാഗി ഹെൽത്തി ആണോ അല്ലയോ എന്ന്, അതും എല്ലാ ദിവസവും കഴിക്കാൻ. അപ്പോൾ ടീച്ചർ തുറന്നു നോക്കിയിട്ട് സാധാരണ കാര്യം പോലെ പറയുകയാണ്, ഇത് മാഗിയാണ്, സ്പൂണും വെച്ചിട്ട് കഴിച്ചോ മോനെ എന്ന് പറഞ്ഞ് ടീച്ചർ മാഗി ആ കുട്ടിക്ക് കൊടുക്കുകയാണ്. അടുത്ത രണ്ടാമത് ഒരു പെൺകുട്ടി. എനിക്കാണെങ്കിൽ ഈ കുട്ടികളുടെയൊക്കെ മുഖം കാണുമ്പോൾ തന്നെ ഒരുപാട് സങ്കടവും വിഷമവും ദേഷ്യവും ഒക്കെ തോന്നുന്നുണ്ട്. അതായത് ഇത്ര ചെറിയ കുട്ടികൾ പോലും ഇന്ത്യയിലെ സ്കൂളുകളിൽ ഉച്ചഭക്ഷണമായിട്ട് കഴിക്കുന്നത് ഈ മാഗി പോലുള്ള ഭക്ഷണങ്ങളും. ഇപ്പൊ ഈ പെൺകുട്ടിയുടെ തന്നെ നോക്കിയോ, അതായത് ചെറിയ പ്രായത്തിലെ ഈ കുട്ടികൾ കുറച്ചുകൂടെ വലുതാകുമ്പോൾ തന്നെ ഇത്രയും ഹൈ ഇൻടേക്കായിട്ട് ജങ്ക് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവര് വലുതാകുമ്പോൾ തന്നെ അവർ രോഗിയായിട്ട് മാറും. ഇപ്പോൾ അടുത്ത ഈ പെൺകുട്ടിയുടെ ലഞ്ച് ബോക്സ് തുറക്കാൻ പോവുകയാണ്. അതിനകത്ത് ക്രീം ബിസ്ക്കറ്റും എന്തോ ഒരു ഫ്രൂട്ട്, എനിക്കൊന്ന് സ്ട്രോബെറി. അതെ, സ്ട്രോബെറിയും ക്രീം ബിസ്ക്കറ്റും. സ്ട്രോബെറി ഓക്കെയാണ്, പക്ഷേ ഇപ്പുറത്തിരിക്കുന്നത് ക്രീം ബിസ്ക്കറ്റാണ്. അടുത്ത മൂന്നാമത്തെ കുട്ടി, അത് ഒരു പെൺകുട്ടിയാണ്. ആ കുട്ടിയുടെ ലഞ്ച് ബോക്സിനകത്ത് ഡേറ്റ്സും എന്തോ ബണ്ണ് പോലുള്ള എന്തോ ആണ് ഇരിക്കുന്നത്. അടുത്ത നാലാമത്തെ ഒരു കുട്ടി. ആ കുട്ടിയുടെ ലഞ്ച് ബോക്സ് തുറക്കുമ്പോൾ അടിപൊളി ബിസ്ക്കറ്റോ കേക്കോ എന്തൊക്കെയാണ് ഇരിക്കുന്നത്. ടീച്ചർ ആ ബിസ്ക്കറ്റ് പൊട്ടിച്ചിട്ട് സാധാരണ കാര്യം പോലെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റോ എന്തോ കേക്കോ, അങ്ങനെ ആ കേക്കാണ്, ബിസ്ക്കറ്റല്ല, സാധാരണ കാര്യം പോലെ അങ്ങ് കൊടുക്കുകയാണ്. കഴിച്ചോ മോനെ എന്ന് പറഞ്ഞ്. ഉച്ചഭക്ഷണമാണ്, ലഞ്ച് ബോക്സ് ആണ്. കുട്ടികൾക്ക് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും ഒരു പാക്കറ്റ് ഫുൾ ക്രീം ബിസ്ക്കറ്റും ഒരു പാക്കറ്റ് കേക്കും അതുമാണ് കൊടുത്തിരിക്കുന്നത്. മറ്റൊരു കുട്ടിയുടെ ലഞ്ച് ബോക്സ്. അതിനകത്ത് അച്ചപ്പോ അല്ല, ജിലേബി, 2 ജിലേബിയാണ് ഇരിക്കുന്നത്. അതായത് ഇത്രത്തോളം ആരോഗ്യത്തിന് വില കൊടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യമുള്ള ശരീരമാണെന്ന് വിശ്വസിക്കുന്ന ആ ഒരു മെസ്സേജ് ചുറ്റുമുള്ള സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്കെന്ന് ഇത് ഒരിക്കലും കൺട്രോൾ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതായത് ചെറിയ കുട്ടികൾ ഓരോ ദിവസവും ഉച്ചയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും വലിയ ജങ്ക് ഫുഡുകളാണ്. ടീച്ചറിന് ഒരു വിവരമില്ലാന്ന് പിടികിട്ടി. അവരെന്തോ ഭയങ്കര കാര്യങ്ങളൊക്കെയാണ് ഈ ജങ്ക് ഫുഡുകൾ മൊത്തം ഈ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്നത്. മാതാപിതാക്കൾക്ക് അതിനുള്ള അറിവില്ല എന്ന് പറയാം, പക്ഷെ ടീച്ചറെങ്കിലും തിരുത്തി കൊടുക്കണമല്ലോ. ഒന്നും നടന്നിട്ടില്ല. ഇതാണ് ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 2026 ഇന്ത്യയിലെ ചെറിയ കുട്ടികൾ ലഞ്ചിന് കഴിക്കുന്ന ഭക്ഷണമാണ് നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്നത്. ഈ കുട്ടികൾ ഇപ്പോൾ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന ജങ്ക് ഫുഡുകളിൽ പോഷകാഹാരങ്ങൾ ഒന്നും തന്നെ ഇല്ല. അതിനകത്തുള്ളത് ശുദ്ധീകരിച്ച മാവ്, അതായത് മൈദ, വില കുറഞ്ഞ കൊഴുപ്പുകൾ, അതായത് ട്രാൻസ് ഫാറ്റിനെ കുറിച്ച് ഞാൻ മുമ്പും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതായത് പരിണാമപരമായിട്ട് നമ്മുടെ ശരീരത്തിന് ട്രാൻസ് ഫാറ്റ്, അതായത് വ്യാവസായികപരമായിട്ടുള്ള ഈ ട്രാൻസ് ഫാറ്റ്, ഹൈഡ്രജനേറ്റഡ് ചെയ്ത ട്രാൻസ് ഫാറ്റ്, അത് വിഘടിപ്പിക്കാനുള്ള എൻസൈംസ് നമ്മുടെ ശരീരത്തിന് ഇല്ല. നമ്മുടെ ശരീരത്തിനുള്ളത് സാച്ചുറേറ്റഡ് ഫാറ്റ്, അൺസാച്ചുറേറ്റഡ് ഫാറ്റ്, അതിൽ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റും മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റും ഒക്കെ വിഘടിപ്പിക്കാനേ പറ്റുള്ളൂ. പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള ട്രാൻസ് ഫാറ്റേ ഉള്ളൂ. ഈ ഹൈഡ്രജനേറ്റഡ് ആയിട്ടുള്ള
ഈ വ്യാവസായിക ട്രാൻസ് ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ അത് അവിടെ കുടുങ്ങിക്കിടന്ന് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതായത് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഇപ്പോൾ പല കുട്ടികളും ചെറിയ പ്രായത്തിലെ കുഴഞ്ഞു വീണ് മരണപ്പെടുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ഇതാണ് കാര്യം. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ലഞ്ചിന് കഴിക്കുന്നത് ക്രീം ബിസ്ക്കറ്റും മാഗിയും, അതായത് മൊത്തം ജങ്ക് ഫുഡാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള ഒന്നും കഴിക്കുന്നില്ല. ഇതൊക്കെ ആരാണ്? സാധാരണ കാര്യങ്ങളൊക്കെ ടീച്ചർ കാണുന്നു, സ്കൂളിലുള്ള പ്രിൻസിപ്പാൾ കാണുന്നു, വീട്ടുകാരും കാണുന്നു. ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഈ സൊസൈറ്റിയുടെ അവസ്ഥ? കാരണം അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇലക്ഷന് വോട്ട് വാങ്ങാൻ വേണ്ടി നിൽക്കുന്നവന്മാർ കൊടുക്കുന്ന വാഗ്ദാനം കേട്ടിട്ടില്ലേ? എനിക്ക് വോട്ട് എന്ന് എന്നെ ജയിപ്പിച്ചാൽ ഇവിടെ ഞാൻ കൂടുതൽ ആശുപത്രികൾ കെട്ടിത്തരാം. അപ്പോൾ കൂടുതൽ ആശുപത്രികൾ ആര് കെട്ടിത്തരാന്ന് പറയുന്നു? അയാളെയാണ് വോട്ട് കൊടുത്ത് ജയിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. എല്ലാവരും ഇത് നോർമലായിട്ട് കാണുന്നതില്ലേ. രണ്ടാമത്തെ കാര്യം, ഈ ജങ്ക് ഫുഡുകളിലൊന്നും ഫൈബർ ഇല്ല, വിറ്റാമിനുകളില്ല, മിനറൽസും ഇല്ല. അതുപോലെ ഈ ആദ്യത്തെ കുട്ടി മാഗി കഴിച്ചല്ലോ. ഈ പല ആളുകളുടെയും വിചാരം മാഗി എന്ന് പറയുന്ന സേഫ് ആയിട്ടുള്ള ഭക്ഷണമെന്നാണ്. മാഗിയിൽ ട്രാൻസ് ഫാറ്റ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, സോഡിയം കൂടുതലാണ്. മാഗി കഴിക്കുമ്പോൾ അറിയാം, നല്ല ഉപ്പ് രസമാണ് മാഗി. അതായത് സോഡിയം ഹൈ ലെവലിൽ ഉള്ള ഒരു ജങ്ക് ഫുഡാണ് മാഗി എന്ന് പറയുന്നത്, മാഗി നൂഡിൽസ്. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ മാഗിയൊക്കെ സാധാരണ ഭക്ഷണം പോലെ എല്ലാ ദിവസവും ലഞ്ചിന് കഴിക്കുമ്പോൾ അത് അവരുടെ രക്തസമ്മർദ്ദം സ്വാഭാവികമായിട്ട് കൂട്ടും. പിന്നെ വെള്ളം നിലനിർത്തുന്നതും അതായത് വീക്കം വർദ്ധിപ്പിക്കുന്നതിനും കാരണമാവും. അതായത് ഈ കൂടുതൽ സോഡിയം കഴിക്കുമ്പോൾ കിഡ്നിക്ക് കൂടുതൽ വെള്ളം വന്ന് ഈ സോഡിയം മൊത്തം പുറത്ത് കളയണമല്ലോ. അപ്പോൾ കിഡ്നി കൂടുതൽ ഓവർ സ്ട്രെയിൻ എടുക്കേണ്ടി വരും. പിന്നെ ഒരുപാട് വെള്ളം കുടിക്കേണ്ടി വരും, കാരണം ഫിൽട്ടർ ചെയ്ത് കളയണമല്ലോ. അപ്പോൾ ഈ കുട്ടികൾ അത്രത്തോളം വെള്ളം കുടിക്കുന്നുണ്ടോ? അപ്പോൾ ഇത്രയും ഹൈ ഇൻടേക്ക് സോഡിയം കഴിച്ചിട്ട് വെള്ളം കുറച്ച് കുടിച്ചാൽ അത് കിഡ്നി സ്ട്രെയിൻ ഉണ്ടാക്കും. അതുപോലെ ഇൻഫ്ലമേഷൻ കൂട്ടും. പിന്നെ ഈ ബാക്കിയുള്ള ക്രീം ബിസ്ക്കറ്റ് തുടങ്ങിയ ഭക്ഷണങ്ങൾ, കേക്ക്, ക്രീം ബിസ്ക്കറ്റ്, അതിനകത്ത് മൊത്തം ഉള്ളത് എന്താണ്? ഈ കാർബോഹൈഡ്രേറ്റ് മാത്രമേ ഉള്ളൂ. ഇത് അനാവശ്യമായിട്ട് എന്ത് ചെയ്യും? പഞ്ചസാര, ഇൻസുലിൻ സ്പൈക്ക് കൂട്ടും. ഇത്രയും മധുരമുള്ള സാധനങ്ങൾ കഴിക്കും തോറും ക്രോണിക് ഇൻഫ്ലമേഷൻ എല്ലാ ദിവസവും കഴിക്കുന്നതുകൊണ്ട് ക്രോണിക്കായിട്ട് കുട്ടികളുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കൂടിയിരിക്കും. ക്രീം ബിസ്ക്കറ്റുകളിൽ എന്താണുള്ളത്? പഞ്ചസാര, പിന്നെ ഉള്ളത് ശുദ്ധീകരിച്ച മാവ്, പിന്നെ കുറേ ഫ്ലേവേഴ്സ്, ഇതൊക്കെയാണ്. അപ്പോൾ ഇത് എന്തു പറ്റും? പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് വീണ്ടും വിശക്കും. ഇത് വെറും പഞ്ചസാരയാണ്. പഞ്ചസാര പെട്ടെന്ന് ഗ്ലൂക്കോസായിട്ട് മാറും. അത് വീണ്ടും കുറച്ച് കഴിഞ്ഞ് വിശക്കാൻ തുടങ്ങും. അപ്പോൾ കുട്ടികളിൽ ഈ ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 5 നേരം ജങ്ക് ഫുഡ് കഴിക്കാനായിരിക്കും അവർ പറയുന്നത്. രാവിലെ കഴിച്ചിട്ട് പോകണം, 11 മണിക്ക് കഴിക്കണം, ലഞ്ച് കഴിക്കണം, 3 മണിക്ക് കഴിക്കണം. 3 മണിക്കും ജങ്ക് ഫുഡ് കഴിക്കണമെങ്കിൽ, അതായത് ലഞ്ച് നല്ല ന്യൂട്രീഷണൽ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ 3 മണിക്ക് പിന്നെ കഴിക്കേണ്ട ആവശ്യമില്ല, വിശക്കത്തില്ല. അപ്പോൾ 3 മണിക്കും കുട്ടികൾക്ക് വിശന്നാലേ 3 മണിക്കും കുട്ടികൾ ജങ്ക് ഫുഡ് കഴിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ജങ്ക് ഫുഡ് കുട്ടികളെ ഈ കമ്പനിക്കാർ ആഡ് ചെയ്ത് ഇങ്ങനെ കുട്ടികളുടെ പരസ്യം കാണിച്ച് ഭയങ്കര സംഭവമായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ അത് വീട്ടുകാരും ടീച്ചറൊക്കെ സപ്പോർട്ട് ചെയ്ത് ചെയ്യുമ്പോൾ ഇവർ കൂടുതൽ ജങ്ക് ഫുഡ് അഡിക്ഷനിലോട്ട് വന്ന് പെട്ടെന്ന് വിശക്കുമ്പോൾ കൂടുതൽ ജങ്ക് ഫുഡ് കഴിക്കാൻ തുടങ്ങും. അങ്ങനെ ഈ ക്രീം ബിസ്ക്കറ്റൊക്കെ കഴിച്ച് കുട്ടികളുടെ ശരീരത്തിൽ കൊഴുപ്പ് കൂടാൻ തുടങ്ങും. കൊഴുപ്പെന്ന് പറയുന്നത് പൂരിത കൊഴുപ്പ്, സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടാൻ തുടങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ട് നല്ല കൊളസ്ട്രോൾ ആയിട്ടുള്ള HDL കൊളസ്ട്രോൾ കുറയുകയും ചീത്ത കൊളസ്ട്രോൾ ആയിട്ടുള്ള LDL കൊളസ്ട്രോൾ കൂടുകയും ചെയ്യും. സ്ലോലി ഡ്രൈ ഗ്ലിസറൈഡും കൂടാൻ തുടങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ട് ജങ്ക് ഫുഡും ട്രാൻസ് ഫാറ്റും ഒക്കെ ഇങ്ങനെ കൂടി വരുമ്പോൾ കുട്ടികൾക്ക് ക്ഷീണം സ്വാഭാവികമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വന്നുകൊണ്ടിരിക്കും. പിന്നെ കുറച്ച് പ്രായമാവണ്ട, ചെറുപ്പത്തിലെ തന്നെ ഇത്രയും ഇൻസുലിൻ സ്പൈക്ക് പ്രകൃതിയിൽ അല്ലെങ്കിൽ പരിണാമപരമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരിക്കലും വരാത്ത വിധത്തിൽ ചെറിയ പ്രായത്തിലെ ഇത്രയും ഹൈ ഇൻസുലിൻ സ്പൈക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ ടൈപ്പ് 2 ഡയബറ്റീസ് ചെറിയ പ്രായത്തിൽ, അതായത് ഈ കുട്ടികൾ ഒരു 20-25 വയസ്സുള്ളപ്പോൾ തന്നെ ടൈപ്പ് 2 ഡയബറ്റീസ് വരാനുള്ള സാധ്യതയും അവിടെ ഹൈ ആണ്. പിന്നെ ഭക്ഷണത്തോട് അഡിക്റ്റ്, ഇത്രയും കുട്ടിക്കാലം മുതൽ ജങ്ക് ഫുഡ് കഴിച്ച് ശീലിച്ചാൽ അവർക്കത് നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ അവർ ജങ്ക് ഫുഡ് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ ആരോഗ്യം നശിക്കും. പിന്നെ ഇലക്ഷന് വോട്ട് വാങ്ങി ജയിക്കാൻ നിൽക്കുന്നവൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പേടിക്കണ്ട, എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ ഞാൻ കൂടുതൽ ആശുപത്രി കെട്ടിത്തരാം. അപ്പോൾ അതും ഇതുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്താൽ മതി. കുട്ടികൾ ജങ്ക് ഫുഡ് കഴിച്ച് ഇങ്ങനെ വളരുന്നു, കുറച്ച് പ്രായമാകുമ്പോൾ 10-25 വയസ്സാകുമ്പോൾ അവരുടെ ആരോഗ്യം നശിക്കുന്നു, ഇഷ്ടംപോലെ ആശുപത്രി കെട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ കുട്ടികളുടെ അച്ഛനും അമ്മയും വീടും വസ്തുവൊക്കെ വിറ്റിട്ട് ആശുപത്രിക്കാരനെ കൊണ്ടുപോയി കുട്ടികളെ ചികിത്സിക്കുന്നു. ഇതാണ് യവന്മാരുടെ പ്ലാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്.
അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വയറിനുള്ള പ്രശ്നങ്ങൾ. ഈ കുട്ടികൾ ഇപ്പൊ ആ സ്കൂളിലുള്ള ടീച്ചറിന്റെ അടുത്ത് പോയി ചോദിച്ചാൽ ഈ കുട്ടികൾ എപ്പോഴും വയറുവേദന എടുക്കുന്നു എന്ന് പറയാറുണ്ടോ എന്ന് ചോദിച്ചാൽ മതി. അപ്പൊ ടീച്ചർ പറയാം അതെ കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് വയറുവേദന എടുക്കുന്നുണ്ടെന്ന് പറയുമെന്ന് ടീച്ചർ തന്നെ പറയും. അതിനുള്ള കാരണം എന്താണ്? ഈ ജങ്ക് ഫുഡിലൊന്നും ഫൈബർ ഇല്ല. ഫൈബർ വേണ്ടാന്ന് പറഞ്ഞ് ഒരു പ്രത്യേക ഗ്രൂപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ അതുപോലത്തെ ഉള്ള മണ്ടത്തരത്തിലൊന്നും ചെന്ന് ചാടാതിരിക്കുക. ഫൈബർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കല്ല, നമ്മുടെ വയറ്റിനകത്തുള്ള നമുക്ക് സഹായം ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളുമായിട്ട് സഹകരിച്ച് ജീവിക്കുന്ന ബാക്ടീരിയാസിന്റെ വൈവിധ്യത്തിനും അവരുടെ നിലനിൽപ്പിനും ഫൈബർ ആവശ്യമാണ്. അപ്പോൾ ഈ കുട്ടികൾ ഈ ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ അവരുടെ കുടലിലെ ആരോഗ്യം, അതായത് വയറിന്റെ ടോട്ടൽ ആരോഗ്യം തന്നെ നശിക്കും. ഫൈബർ കുറയുമ്പോൾ എന്ത് പറ്റും? സ്വാഭാവികമായിട്ട് നല്ല ബാക്ടീരിയാസിന്റെ എണ്ണമൊക്കെ കുറയും, അവരുടെ വൈവിധ്യം നഷ്ടപ്പെടുത്തും. അത് സ്വാഭാവികമായിട്ട് നമ്മുടെ ഈ ദഹന പ്രശ്നത്തെ ബാധിക്കും, മെറ്റബോളിസത്തെ ബാധിക്കും. ടോട്ടൽ ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷിയെ തന്നെ അത് കുറയ്ക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മളെ ബാധിക്കുന്നതല്ല, നമ്മളുമായിട്ട് സഹകരിച്ച് ജീവിക്കുന്ന വയറ്റിനുള്ളിലുള്ള സൂക്ഷ്മജീവികളെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഇതാണ് എനിക്ക് ഈ വീഡിയോയെ കുറിച്ച് പറയാനുള്ളത്. ഇതിനെതിരെ പ്രതികരിക്കാൻ അവിടെ ആരുമില്ലേ? ഈ പ്രിൻസിപ്പാള്, ടീച്ചർ, എല്ലാ സ്കൂളിലും PT സാർ എന്ന് പറഞ്ഞ് കുറെ അധ്യാപകർ നടക്കുന്നുണ്ടല്ലോ. ഭയങ്കര PT ആണ്, കുട്ടികളുടെ ആരോഗ്യം നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ PT സാറൊന്നും അവിടെ ഇല്ലേ? സാധാരണ കാര്യം പോലെ എല്ലാ ദിവസവും ജങ്ക് ഫുഡും കൊടുത്ത് കുട്ടികൾ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ജങ്ക് ഫുഡും തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ആർക്കും പറയാനുമില്ല, ആർക്കും ഒന്നും ചെയ്യാനുമില്ല ഇതിനെതിരെ. അപ്പോൾ ഇലക്ഷനെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന സ്ഥാനാർത്ഥി പറഞ്ഞല്ലോ, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ കൂടുതൽ ആശുപത്രി കെട്ടിത്തരാമെന്ന്. അതാണ് പറയാനുള്ളത്. അല്ല ആളുകളുടെ ആരോഗ്യം, ആളുകളെ ആരോഗ്യവന്മാരാക്കുമെന്നല്ല. നിങ്ങൾ ഇങ്ങനെയൊക്കെ നടന്ന ആരോഗ്യമൊക്കെ പോയാലും കുഴപ്പമില്ല, ആശുപത്രി ഇഷ്ടം പോലെ കെട്ടിവിട്ട് തരാമെന്ന്.